ഹലോ, വിങ്സ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഇക്വേഷൻസ് ഓഫ് മോഷൻ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയുടെ പാർട്ട് 1 ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഫിഗർ ഗിവൻ ബിലോ എ ചൈൽഡ് ട്രാവൽ ഫ്രം പി ടു എസ് അല്ലേ. നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിൽ എന്താ, ഒരു ചൈൽഡ് ട്രാവൽ ചെയ്യണേ എവിടെ നിന്ന്? പി ടു എസ്. പിയിൽ നിന്ന് എസിലോട്ട് ചൈൽഡ് ട്രാവൽ ചെയ്യണം. ത്രൂ ക്യൂ ആൻഡ് ആർ ത്രൂ ക്യൂ ആൻഡ് ആർ, ക്യൂയിലൂടെയും ആറിലൂടെയും ഒരു ചൈൽഡ് എന്ത് ചെയ്യുക, പിയിൽ നിന്ന് എസിലോട്ട് ട്രാവൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടി പറഞ്ഞിട്ടില്ല, ആൻഡ് കം ബാക്ക് സ്ട്രേറ്റ് ടു പി അല്ലേ. പിയിൽ നിന്ന് പോയിട്ട് പിയിൽ നിന്ന് ക്യൂയിലൂടെ ആറിലൂടെ എസിലോട്ട് എത്തി. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്താ ചെയ്തത്, പിയിലോട്ട് തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചേക്കണേ, സ്പീഡ് കണ്ടുപിടിക്കാൻ. ഒരേ പോയിന്റിലുള്ള സ്പീഡും അതിലുള്ള വെലോസിറ്റിയും കണ്ടുപിടിക്കാൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരേ പോയിന്റിലുള്ള സ്പീഡും വെലോസിറ്റിയും കണ്ടുപിടിച്ചാലോ? ആദ്യം തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞ പോയിന്റ് ഏതാന്ന് നോക്കാം. ഏതാ? ക്യൂ ആണ് അല്ലേ. ആദ്യം തന്നെ ഫസ്റ്റത്തെ പോയിന്റ് ഏതാ? ക്യൂ ആണ്. അപ്പോൾ ക്യൂയിലുള്ള സ്പീഡാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ. സ്പീഡിൻ്റെ ഇക്വേഷൻ ഞാൻ സൈഡിൽ എഴുതിയിട്ടുണ്ട്. എന്താ ഇക്വേഷൻ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസും ടൈമും അവർ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷനിൽ കൊടുക്കാം. അപ്പോൾ പിയിൽ നിന്ന് ക്യൂയിലോട്ട് പോയപ്പോൾ ഡിസ്റ്റൻസ് എത്രയാ? 60 മീറ്റർ. ഓക്കെ, അത് എടുക്കാൻ അല്ലെ, അവിടെ എത്താനുള്ള സമയം എത്രയാണ്? 10 സെക്കൻഡ്. അപ്പോൾ 60/10 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്, ക്യൂയിലെത്തുമ്പോഴുള്ള സ്പീഡ്. എത്രയാണ്? 6 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ക്യൂയിലുള്ള വെലോസിറ്റി, ക്യൂയിലെത്തിയപ്പോഴുള്ള വെലോസിറ്റി എത്രയായിരിക്കും ഒന്ന് പറഞ്ഞേ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആണോ? അല്ല അല്ലേ. പക്ഷേ നേരെയുള്ള കണ്ടീഷനിൽ എന്താ, ഡിസ്റ്റൻസ് വളയാതെ നേരെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നേരെയല്ലേ. അപ്പോൾ ഇവിടെ എന്താ, സ്പീഡും വെലോസിറ്റി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സ്പീഡ് ഒരു 6 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ നേരെ ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും, വെലോസിറ്റിയും ഈക്വൽ ആയിരിക്കും. ഇനി റീച്ചിങ് ആറിലെത്തുമുള്ള സ്പീഡും വെലോസിറ്റിയും നോക്കാം കേട്ടോ. ആറിലെത്തുമുള്ള സ്പീഡും വെലോസിറ്റിയും. ഓക്കെ, അപ്പോൾ ആറിലെത്തുമുള്ള സ്പീഡാണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആറിലെത്തുള്ള സ്പീഡ് കണ്ടുപിടിക്കുമ്പോൾ എത്രയാ, ഡിസ്റ്റൻസ് എത്രയാ? 60 + 90 അല്ലേ. ആറിലോട്ട് എങ്ങനെയാ എത്തിയത്? പിയിൽ നിന്ന് ക്യൂയിലോട്ട് എത്തി, ക്യൂയിൽ നിന്നാണ് ആറിലോട്ട് എത്തിയത്. അപ്പോൾ ആദ്യം 60 മീറ്റർ ട്രാവൽ ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെയും 90 മീറ്റർ ട്രാവൽ ചെയ്തു. അപ്പോൾ എത്ര മീറ്റർ ആയി ടോട്ടല്? 150 മീറ്റർ. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 150 മീറ്റർ ആണ്. ഇനി അവിടുത്തെ ടൈം എത്രയാ? ടൈം ഒന്ന് നോക്കിയാൽ എത്രയാണ്? 10 സെക്കൻഡ് 60 മീറ്റർ. ക്യൂവിലെത്താൻ 10 സെക്കൻഡ് എടുത്ത്, ക്യൂവിൽ നിന്ന് ആറിലോട്ട് എത്താൻ 15 സെക്കൻഡ് എടുത്ത്. അപ്പോൾ ടോട്ടൽ എത്ര സെക്കൻഡാ? 25 സെക്കൻഡ്. ഓക്കെ, അത് ഓക്കെ അല്ലേ. അപ്പോൾ 150/25 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എത്രയാ കിട്ടുമെന്ന് പറഞ്ഞേ. 6 ട്ടാ. ഓക്കെ, 6 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആറിലോട്ട് എത്തുമ്പോഴുള്ള സ്പീഡ്. അപ്പോൾ ആറിലോട്ട് എത്തുമ്പോഴുള്ള സ്പീഡ് എത്രയാ? 6 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ആറിലോട്ട് എത്തുമ്പോഴുള്ള വെലോസിറ്റി കണ്ടുപിടിക്കുക. വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ആറിലെത്തുമ്പോഴുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോകണ്ട. ഇവിടെ നേരെയാണോ? നേരത്തെ നമുക്ക് നേരെ ആയതുകൊണ്ട് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും സെയിം ആയി, അതുകൊണ്ട് തന്നെ സ്പീഡും വെലോസിറ്റിയും സെയിം ആയി. പക്ഷേ ഇവിടെ ആറിലുള്ള ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആണോ? അല്ല അല്ലേ. കാരണം എന്താ, ഇത് ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വളഞ്ഞു വന്ന്, അങ്ങനല്ലേ. ശരിക്കും നേരെ നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റൂലേ, ഇതല്ലേ നേരെയുള്ള ഡിസ്റ്റൻസ്. പക്ഷെ ഇത് വളഞ്ഞല്ലേ പോയേക്കണേ അല്ലേ, വളഞ്ഞ് തിരിഞ്ഞ ഇതിലൂടെയൊക്കെയാണ് പോയേക്കണേ. പക്ഷെ നേരെയുള്ള പാത്താണ് എപ്പോഴും എന്ത്, ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് പറഞ്ഞേ. ഇതല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ്, നേരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. അവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്ത്, 125 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാ? 125. അതിലുള്ള ടൈമിന് വ്യത്യാസം വരുമോ? ഒന്ന് ആലോചിച്ചേക്ക്. ടൈമിന് വ്യത്യാസം വരുമോ? ഇല്ല അല്ലേ. ടൈമിന് ഒരിക്കലും വ്യത്യാസം വരില്ല. എന്തോരം സമയം എടുത്തതിനുള്ള വ്യത്യാസം വരുമോ? ഇല്ല. ഓക്കെ, അവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റിന് മാത്രമേ എന്ത് വരുള്ളൂ, വ്യത്യാസം വരുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 125/25 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഓക്കെ, 5 ട്ടാ.
ഓക്കെ 5 കിട്ടുക 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ അപ്പൊ ആറിലെത്തുമ്പോഴുള്ള വെലോസിറ്റി എത്രയാ 5 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എസ്സിലോട്ട് എത്തുമ്പോൾ കേട്ടോ, ഇനി എസ്സിലോട്ട് എത്തുമ്പോൾ ഡിസ്റ്റൻസ് ആദ്യം നോക്കാം അല്ലെ, സ്പീഡല്ല കണ്ടുപിടിക്കണം നമ്മൾ ആദ്യം. അപ്പോൾ ആദ്യം സ്പീഡ് കണ്ടുപിടിക്കുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാ 60 + 90 + 54. അപ്പോൾ എത്ര വരും? നമുക്ക് നേരത്തെ 150 കിട്ടിയത് രണ്ട് ആഡ് ചെയ്തപ്പോൾ അതിൽ കൂടി ഒരു 54 കൂടി ചേർക്കുമ്പോൾ 204 വരും. ഓക്കെ 204 എത്രയാ ടൈം എത്രയാ 10 + 15. അപ്പോൾ എത്ര വരും? 25 വരും. ഇനി 25 + 9 അപ്പോൾ എത്രയാ വരാ 34 വരും. ഓക്കെ അപ്പം 204/34 ചെയ്യുന്നതാണ് നമ്മുടെ സ്പീഡ്. എത്രയാ 6 മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. എത്രയാണ് 6 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ അപ്പം നമുക്ക് എസ്സിലുള്ള സ്പീഡും കിട്ടിയില്ലേ, എത്രയാണ് 6 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അവിടുത്തെ വെലോസിറ്റി കൂടി കണ്ടുപിടിക്കണം. ഓക്കെ അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും. എസ്സിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? 136 അല്ലേ. ഈ ഇതെന്താ, ഇത് ഡിസ്റ്റൻസ് ആണ്. ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോയിക്കൊണ്ടൊക്കെ എന്തായിരിക്കും? ഡിസ്റ്റൻസ് ആയിരിക്കും. ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലോട്ടുള്ള ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് ആയിരിക്കും എപ്പോഴും എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ആയിരിക്കും. ഓക്കെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടേക്കുള്ള ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് ഏതാ? നേരെയുള്ള ഈ വരയാണ് അല്ലേ. ആ വരയുടെ ലെങ്ത് എന്നുണ്ടല്ലോ എത്രയാണ്? 136 മീറ്റർ ആണ്. ഓക്കെ ഇനി ടൈം എത്ര വരും? 10 + 15 + 9 എത്രയാ? 34. അപ്പം 136നെ 34 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? ഒന്ന് പറഞ്ഞേടാ. 4 കിട്ടും. ഓക്കെ അപ്പം 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? വെലോസിറ്റി. ഇതാ എവിടത്തെ വെലോസിറ്റി? എസ്സിലെത്തുമ്പോഴുള്ള വെലോസിറ്റി. ഓക്കെ ഈ മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള യൂണിറ്റ് ഇല്ലേ, അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? എഴുതാനായിട്ട് മറക്കാൻ പാടില്ല. ഇനി അത് മറന്നെന്ന് വിചാരിക്കുക, നിങ്ങൾ എത്ര ചെയ്താലും ആൻസർ കിട്ടിയാലും എന്ത് ചെയ്യാൻ പറ്റില്ല? ടീച്ചർ അതിനുള്ള മാർക്ക് തരില്ല കേട്ടാ. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് എന്ത്? പി. ഓക്കെ പി ഒരു ഒബ്ജക്റ്റ് പിയിൽ നിന്ന് പോയിട്ട് പിയിലോട്ട് തന്നെ വന്നു അല്ലേ. ഒരു ഒബ്ജക്റ്റ് പിയിൽ നിന്ന് പോയിട്ട് പിയിലോട്ട് തന്നെ വന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെയുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാ? ഒരു ഒബ്ജക്റ്റ് ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് പോയിട്ട് തിരിച്ച് ഇവിടേക്ക് തന്നെ വരെയാണ്. ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഒരേ സ്ഥലത്താണ്. ആ ഒരേ സ്ഥലത്ത് തമ്മിലുള്ള എന്താ ഡിസ്റ്റൻസ്? എന്താ? 0 അല്ലേ. ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന് നമ്മൾ എന്തെന്ന് പറയാം? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഓക്കെ അപ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താ? ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 0 ആണ്. അപ്പോൾ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഒരേ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താ? 0 ആണ്. അപ്പോൾ 0/ടൈം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുള്ളൂ? എന്താ കിട്ടുക? 0 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ്/ടൈം ചെയ്ത് നമുക്ക് എന്ത് കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ. അപ്പോൾ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും കേട്ടോ. 0 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇനി നമുക്ക് ആകെ കണ്ടുപിടിക്കാനുള്ള അടുത്ത സ്പീഡാണ്. ഓക്കെ അപ്പോൾ സ്പീഡിൻ്റെ ഇക്വേഷൻ എന്നിട്ടായിരുന്നു ഡിസ്റ്റൻസ്/ടൈം. നമുക്ക് ഡിസ്റ്റൻസ് ഒന്ന് നോക്കിയാലോ. 60 + 90 + 54 നമുക്ക് നേരത്തെ എത്ര കിട്ടി? 304 കിട്ടി. ഇനി 304 കൂടെ 136 കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഓക്കെ 304 അല്ല കേട്ടോ മക്കളെ, 204 കിട്ടിയത്. അപ്പോൾ 204 കൂടെ 136 കൂടി കൂട്ടുമ്പോൾ 340 കിട്ടും. ഓക്കെ ഇനി ഇവിടെ എടുത്ത ടൈം എത്രയാ? ടോട്ടൽ ടൈം എത്രയാ? 10 സെക്കൻഡ്, 15 സെക്കൻഡ്, 9 സെക്കൻഡ്, 16 സെക്കൻഡ്. അപ്പോൾ ഇത് നേരത്തെ നമുക്ക് ചെയ്തപ്പോൾ 9 സെക്കൻഡ് വരെ ആഡ് ചെയ്തപ്പോൾ 34 സെക്കൻഡ് കിട്ടി. ഇനി അതിലൂടെ 16 സെക്കൻഡ് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ എത്ര വരും? മൊത്തം 50 സെക്കൻഡ് കേട്ടോ. അപ്പം 340നെ നമുക്ക് എങ്ങനെ ചെയ്യാം? 34/5 ചെയ്യാം. 34/5 ചെയ്യുമ്പോൾ എത്ര കിട്ടും ആൻസർ? 6.8 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും കേട്ടോ. എത്രയായിരിക്കും? 6.8 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ എല്ലാവർക്കും ഡിവിഷൻ ചെയ്യാറിഞ്ഞൂടെ? കണക്കൊക്കെ പഠിച്ചിട്ടില്ല എല്ലാവരും? ഓക്കെ അപ്പോൾ ഡിവിഷൻ ചെയ്യാൻ അറിയാത്തവരൊക്കെ മാക്സിമം ഇന്ന് തന്നെ ഡിവിഷൻ ചെയ്യാൻ പഠിക്കാം കേട്ടോ. ഓക്കെ ഡിവിഷൻ ചെയ്യാൻ അറിയാതെ ഫിസിക്സിൽ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെയ്യാൻ അറിയാത്തവർ മാക്സിമം ഇന്ന് തന്നെ പഠിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആയില്ലേ മക്കളെ? 10ാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ആയില്ലേ?
ഇനി 11ാമത്തെ ക്വസ്റ്റിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാണ്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 meters per second. ഒരു സ്റ്റോൺ എന്താണ് വെർട്ടിക്കലി അപ്വേർഡ് ഞാൻ എറിയാണ്, ഒരു കല്ലെടുത്ത് മേലോട്ട് എറിയണം, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ആ കല്ലെടുത്ത് എറിയുമ്പോൾ അവിടെ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ് ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്? യു എത്രയാ? 20 meter per second. ഓക്കെ, 20 meter per second തന്നിട്ടുണ്ട് കേട്ടാ. ഇനി അടുത്തത് ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ നെഗറ്റീവ് ഇട്ടിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അതെന്താ മൈനസ് അവിടെ വരാൻ കാരണം? അവിടെ തന്നിരിക്കുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റി എപ്പോഴും എങ്ങോട്ടാ അല്ലെ? അടിയിലോട്ടാണ് ഗ്രാവിറ്റി വലിക്കുക. ഒരു ഒബ്ജക്റ്റിന് ഗ്രാവിറ്റി എപ്പോഴും വലിക്കേണ്ടത് എങ്ങോട്ടാണ്? അടിയിലോട്ടാണ്. പക്ഷെ നമ്മൾ കല്ലെറിയുമ്പോൾ കല്ല് നീങ്ങണത് എങ്ങോട്ടാ? മേലോട്ടാണ്. അപ്പൊ മേലോട്ട് പോണ കല്ലിന് ആക്സിലറേഷൻ എങ്ങോട്ടാ? അടിയിലോട്ടാണല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിച്ചത്? ഇവിടെ നെഗറ്റീവ് ഇട്ടത്. അപ്പൊ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. നമുക്ക് എങ്ങനെ മനസ്സിലായി? ഈ മൈനസിൽ നിന്ന് മനസ്സിലായി. അപ്പൊ എ ഈസ് ഈക്വൽ ടു എന്താണെന്നൊക്കെ -10. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മാക്സിമം ഹൈറ്റ് ദാറ്റ് ദ സ്റ്റോൺ ഹാസ് റീച്ച്ഡ്? ഓക്കെ, നമുക്കറിയാം, നമ്മൾ കല്ലെടുത്തെറിയുമ്പോൾ ആ കല്ല് ഒരു മാക്സിമം ഹൈറ്റ് വരെ പോവുള്ളൂ. അത് കഴിഞ്ഞാൽ എന്തായിരിക്കും? തിരിച്ച് താഴോട്ട് വരും. സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റണതാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20 meter per second ഇനീഷ്യൽ വെലോസിറ്റി ഉള്ള, അതിന് -10 ആക്സിലറേഷൻ ഉള്ള കല്ല് നമ്മൾ എറിയുമ്പോൾ അത് എന്തോരം മാക്സിമം ഹൈറ്റ് വരെ എത്തും എന്നാണ് ചോദിച്ചേക്കണേ. നമുക്കൊന്ന് നോക്കിയാലോ, കണ്ടുപിടിക്കാൻ നോക്കിയാലോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാനൊന്ന് ജസ്റ്റ് വരച്ച് നോക്കേണ്ട. ഞാൻ എന്ത് ചെയ്ത് ഇവിടെ നിന്ന് ഒരു കല്ല് ഇത് മേലോട്ട് എറിഞ്ഞു. ഓക്കെ, മേലോട്ട് എറിഞ്ഞു, അത് ഇവിടെ വരെ എത്തിട്ടാ. ഓക്കെ, ഇവിടെ വരെ എത്തി. ഇതാണ് അതിന്റെ മാക്സിമം ഹൈറ്റ് എന്ന് ഞാൻ വിചാരിക്കും. അവിടെ വരെ എത്തിയുള്ളൂ, അതിന് ശേഷം അത് പോയില്ല. ഓക്കെ, അതാണ് അതിന്റെ മാക്സിമം ഹൈറ്റ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി എന്നുള്ളത് 20 ആണ്, ആക്സിലറേഷൻ -10 ആണ്. ഓക്കെ, മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ സംഭവിക്കും പിന്നെ അത് താഴത്തോട്ട് വരും അല്ലേ. അപ്പൊ മാക്സിമം ഹൈറ്റിലുള്ള വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ മാക്സിമം ഹൈറ്റിലുള്ള വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ U20 B0 A നമുക്ക് എത്ര കിട്ടി? -10 കിട്ടി. ഓക്കെ, ഇനി ഒരു ടൈമും കൂടി കണ്ടുപിടിച്ചാൽ നമുക്ക് ഏത് കേസിൽ കൊടുക്കാം? ഡിസ്പ്ലേസ്മെന്റ് കാണുന്ന ഈ കേസിൽ കൊടുക്കാം. അല്ലാതെ നമുക്ക് ഏത് കേസിൽ? ഈ കേസിൽ ഇപ്പോൾ ഇട്ട് കണ്ടുപിടിക്കാവുന്നുള്ളൂ. പക്ഷേ V2 U2 ഒക്കെ വരുമ്പോൾ നമുക്ക് എന്താണ് കുറച്ച് കൺഫ്യൂഷൻ വരും അല്ലേ. അപ്പൊ മാക്സിമം നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ T കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പോണ്? ഈ കേസിൽ എടുക്കാൻ പോണ്. ഓക്കെ, അപ്പൊ T കണ്ടുപിടിക്കാനുള്ള അല്ലേ, V അറിയാം, U അറിയാം, A അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് T കണ്ടുപിടിച്ചൂടെ? സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഫസ്റ്റ് കേസിൽ കൊടുത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? T കണ്ടുപിടിക്കാൻ പോകും. V ഈസ് ഈക്വൽ ടു U പ്ലസ് 80 ആണ്. V എന്താ? V is equal to 0 അല്ലേ. നമ്മൾ നേരത്തെ അവിടെ കണ്ടുപിടിച്ച് വരച്ച് നോക്കിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? V 0 ആയിരിക്കും എന്ന് മനസ്സിലായി. അപ്പൊ 0 is equal to 20 പ്ലസ് അല്ലേ -10 ആണ്. എന്താ? -10 ആണ്. -10 T നമുക്കറിയോ? അറിഞ്ഞൂടാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് അതുപോലെ തന്നെ എഴുതി. ഓക്കെ, അപ്പൊ ഈ മൈനസും ഈ പ്ലസും ചേരുമ്പോൾ എന്താവും? ഈ മൈനസ് ഈ പ്ലസും ചേരുമ്പോൾ എന്താവും? -n ആവും. അപ്പൊ 20 - 10T ആവും. ഓക്കെ, ഈ -10T ഞാൻ എന്ത് ചെയ്യാണ്? ഇപ്പുറത്തോട്ട് കൊണ്ടുവരാണ്. ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. അപ്പോ 10T അല്ലെ, അവിടെ പ്ലസ് ആർന്ന്, അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? അവിടെ മൈനസ് ആർന്ന്, അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. 10T is equal to 21. നമ്മൾ ആരെയാണ് കണ്ടുപിടിക്കാൻ പോണേ? ടീനല്ലേ കണ്ടുപിടിക്കണേ. അപ്പൊ ടീനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഇപ്പുറത്ത് മൾട്ടിപ്ലിക്കേഷൻ ആർന്ന 10, ഇപ്പുറത്തോട്ട് ഈക്വൽ ടു ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഡിവിഷൻ ആവും. ഓക്കെ, അപ്പൊ ടൈം നമുക്ക് കിട്ടി 2/1. 2/1 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 തന്നെയാണ്. അപ്പൊ T is equal to 2 സെക്കൻഡ് കിട്ടി. ഓക്കെ, T is equal to 2 സെക്കൻഡ്. അപ്പൊ നമ്മൾ ടിയും കണ്ടുപിടിച്ചല്ലേ. T is equal to 2 സെക്കൻഡ് കിട്ടി. ഓക്കെ, T കിട്ടിയതെല്ലാം എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പം ഒരാളെയും കൂടി കണ്ടുപിടിച്ച് T is equal to 2 സെക്കൻഡ് കേട്ടാ.
ഓക്കെ, അപ്പൊ ഇനി മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ? ഈ കേസിൽ എന്തൊക്കെ അറിയാം? യു അറിയാം, ടി അറിയാം, പിന്നെ എ അറിയാം, ടി സ്ക്വയർ അറിയാം അല്ലെ? ടി ഇൻറ്റു ടി ആണ് എന്ത്? ടി സ്ക്വയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചൂടെ? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, ടി എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ ടി ഇൻറ്റു ടി എന്ന് പറഞ്ഞാലോ? ടി ഇൻറ്റു ടി 4 ആയിരിക്കും. ടി 2 ആണ്. അപ്പൊ ടി ഇൻറ്റു ടി എന്താ? 4 ആണ്. ഓക്കെ, അതറിയാലോ. അപ്പൊ ടി സ്ക്വയറും 4 ആണ്. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു ഈ വാല്യൂസ് ഒക്കെ ഞാൻ ഇതിൽ കൊടുക്കണ്ട. ഈ വാല്യൂസ് ഒക്കെ ഞാൻ ഇതിൽ കൊടുക്കാൻ പോവാണ്. യു എന്ന് പറഞ്ഞാൽ എത്രയാ? 20 ആണ്. 20 ഇൻറ്റു 2 അല്ലേ? ടി എത്രയാ? 2 ആണ്. പ്ലസ് ഹാഫ്, ഇവിടെ നടുക്ക് ചിഹ്നം ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കാം. ചിഹ്നം ഒന്നില്ലെങ്കിൽ എന്ത് കൊടുക്കാം? മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കാം. എയുടെ വാല്യൂ എത്രയാ? -10 ആണ്. ടിയുടെ വാല്യൂ 4. ഓക്കെ, ടി സ്ക്വയറിന്റെ വാല്യൂ 4 ആണ്. അപ്പൊ ഇതൊന്ന് ഞാൻ ഇനി സോൾവ് ചെയ്തെടുക്കാൻ പോകണ്ട. 20 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? 40 കിട്ടി. 20 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 40 കിട്ടും. പ്ലസ് -10 ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -40 കിട്ടും. എന്ത് കിട്ടും? -40. ഓക്കെ, ഈ -40 എനിക്ക് എങ്ങനെ എഴുതാ? 1/2 -40. സോറി, അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. 1/2 ഇൻറ്റു -40. എനിക്കിത് എങ്ങനെ എഴുതാൻ പറ്റും? -40/2 ഇങ്ങനെ എഴുതാൻ പറ്റും ഇല്ലേ? 1/2 ഇൻറ്റു -40 എനിക്ക് എങ്ങനെ എഴുതാ? -40/2 എന്ന് എഴുതാം. ഓക്കെ, അത് ഓക്കെ അല്ലേ? അത് ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഇത് അങ്ങനെ എഴുതാൻ പോവേട്ടാ. ഓക്കെ, -40/2 എന്ന് എഴുതാൻ പോകുന്നത്. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു 40 പ്ലസ് -40/2. 40/2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 20. ഓക്കെ, 40/2 എത്രയാ? 20 ആണ്. എസ് ഇസ് ഈക്വൽ ടു 40 പ്ലസ് -20. ഓക്കെ, അപ്പൊ ഈ മൈനസും പ്ലസും കൂടി ചേരുമ്പോൾ എന്താവും? മൈനസും പ്ലസും കൂടി ചേരുമ്പോൾ മൈനസ് തന്നെ ആവും കേട്ടോ. ഓക്കെ, മൈനസും പ്ലസും ചേരുമ്പോൾ എന്താവും? മൈനസ് ആവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 40 - 20 ആണ് എന്ത്? എസ്. 40 - 20 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 മീറ്റർ ആണെന്ത്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ അല്ലേ? ഇത് ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. എത്രയാ? 20 മീറ്റർ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഓക്കെ, നമുക്കിവിടെ ഇനി എസ്സും കിട്ടിയിട്ടാ. അപ്പൊ എസ് എഴുതിയേക്കണം. എസ് ഇസ് ഈക്വൽ ടു 20 മീറ്റർ. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹൗ ഫാർ വിൽ ദ സ്റ്റോൺ ട്രാവൽ ഇൻ 3 seconds ആഫ്റ്റർ ഇറ്റ്സ് ത്രോൺ? എന്ന് വെച്ചാൽ 3 സെക്കൻഡ് കഴിഞ്ഞിട്ട്, നമ്മ എറിഞ്ഞ് 3 സെക്കൻഡ് കഴിഞ്ഞിട്ട് എന്തോരം ദൂരം ഇത് ട്രാവൽ ചെയ്തെന്നാണ് നമ്മൾ ചോദിച്ചേക്കണേ. ഹൗ ഫാർ ഇറ്റ്സ് ട്രാവൽഡ്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താ? എന്തോരം ദൂരം അത് സഞ്ചരിച്ചു. 3 സെക്കൻഡിൽ എന്തോരം ദൂരം അത് സഞ്ചരിച്ചു എന്നാണ് നമ്മൾ ചോദിച്ചേക്കണേ. ഓക്കെ, ഒരാശുടി പറയണോ ക്വസ്റ്റ്യൻ? ഓക്കെ, ഒരാശുടി പറയാം. ഹൗ ഫാർ വിൽ ദ സ്റ്റോൺ ട്രാവൽ ഇൻ 3 seconds ആഫ്റ്റർ ഇറ്റ് ഈസ് ത്രോൺ? ഓക്കെ, 3 സെക്കൻഡിൽ ആ സ്റ്റോൺ എന്തോരം ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചേക്കണേ. ഓക്കെ, നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ 3 സെക്കൻഡിൽ എന്തോരം ദൂരം സഞ്ചരിക്കുമെന്ന്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമുക്ക് നേരത്തെ 2 സെക്കൻഡിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആയി. 2 സെക്കൻഡിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആയി. എത്രയായിരുന്നു? 20 അല്ലേ? 2 സെക്കൻഡിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയാൽ നമുക്ക് 20 ആയി. ഓക്കെ, 2 സെക്കൻഡിൽ ഇവിടെ വരെ എത്തി. ഓക്കെ, ഇനി അടുത്തൊരു സെക്കൻഡിൽ മേലോട്ട് പോവും. എന്നാലോചിച്ച് നോക്കിയാൽ മേലോട്ട് പോവും. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് മേലോട്ട് പോകൂടാ? ഇല്ലല്ലോ. കാരണം അതെന്താ? ഇനി അടിയിലോട്ടാണ് വരാം. 3 സെക്കൻഡിൽ എന്തോരം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നതാണ് നമ്മൾ ചോദിച്ചേക്കണേ. അപ്പൊ 2 സെക്കൻഡിൽ തന്നെ അത് അവിടെ എത്തി, മാക്സിമം ഹൈറ്റിലെത്തി. ഇനി അത് മേലോട്ട് പോവും? ഇല്ല, ഇനി മേലോട്ട് പോകില്ല. ഇനി അടിയിലോട്ടായിരിക്കും വരാം. അപ്പൊ ഇനി അടിയിലോട്ട് വരുമ്പോൾ നമ്മുടെ കണ്ടീഷൻ മാറും. നേരത്തെ നമ്മുടെ ആക്സിലറേഷൻ എന്തായിരുന്നു? നെഗറ്റീവ് ആയിരുന്നു. അതെന്തായിട്ടാ? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ? എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അടിയിലോട്ടാണ്, പക്ഷെ
ബോഡി എങ്ങോട്ടാണ് മൂവ് ചെയ്യണേ? മേലോട്ടാണ് അല്ലേ? അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അടിയിലോട്ടും ബോഡി മൂവ് ചെയ്യുന്നത് മേലോട്ടും. അതുകൊണ്ടാണ് അവിടെ ആക്സിലറേഷൻ എന്ത് പറ്റിയത്? നെഗറ്റീവ് ആയത്. അപ്പോൾ ഇവിടെ മേലയിൽ നിന്നാണ് അടിയിലോട്ട് വരുന്നത് അല്ലേ? ഇവിടെ വരെ എത്താൻ നമ്മൾ 2 സെക്കൻഡ് എടുത്ത് 2 സെക്കൻഡിൽ ഇവിടെ എത്തി. ഇനി 1 സെക്കൻഡിൽ എന്തോരം ദൂരം ട്രാവൽ ചെയ്യുന്നതാണ്? 2 സെക്കൻഡിലൂടെ എത്തി. ഇനി ബാക്കിയുള്ളൊരു സെക്കൻഡിൽ എന്തോരം ദൂരം ട്രാവൽ ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഇപ്പോൾ ഒബ്ജക്റ്റ് നിൽക്കണത്. 2 സെക്കൻഡിൽ കഴിഞ്ഞ് ഇവിടെയാണ് ഒബ്ജക്റ്റ് നിൽക്കണത്. ഇനി ഇവിടെ നിന്ന് എന്തോരം ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ നിന്നല്ലേ ഇങ്ങോട്ട് വരണേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ? യു എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. ഓക്കെ അല്ലേടാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2 സെക്കൻഡിൽ എന്തായി? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എത്തി. ഇനി അതെന്താ? അടിയിക്കാണ് വരുന്നത്. അപ്പോൾ 2 സെക്കൻഡിന് നമുക്കറിയാം. അപ്പോൾ 2 സെക്കൻഡിനെ മാറ്റി. ഇനി ലാസ്റ്റത്തെ 1 സെക്കൻഡിന് കൂടി നമുക്ക് അറിയാനുള്ളൂ. അതാണ് കണ്ടുപിടിക്കാൻ പോണേ. അപ്പോൾ ആ 1 സെക്കൻഡ് എവിടെ നിന്നായിരിക്കും? മേലോന്ന് അടിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ മേലേന്ന് അടിയിലോട്ട് വരുമ്പോൾ യു എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി എന്താ? 0 ആയിരിക്കും. ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? -20 മീറ്റർ/സെക്കൻഡ്. ഓക്കെ, ഇവിടെ ഇത് പോസിറ്റീവ് ആയിരുന്നല്ലേ? ഇപ്പൊ കണ്ടീഷൻ മാറി. കാരണം ഇത് എന്താ? അടിയിലോട്ടാണ് വരുന്നത്. അപ്പൊ എന്താ? -20 മീറ്റർ/സെക്കൻഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ആക്സിലറേഷൻ എന്താവും? പോസിറ്റീവ് ആവും. ആക്സിലറേഷൻ എന്താവും? പോസിറ്റീവ് ആവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. എസ് ഇസ് ഈക്വൽ ടു യു എന്താ? u0 ആണ്. u ഇൻറ്റു t1 ആണ് അല്ലേ? 1 സെക്കൻഡിൽ ലാസ്റ്റത്തെ 1 സെക്കൻഡിലുള്ളതല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ. അതുകൂടി കണ്ടുപിടിച്ചപ്പോൾ എത്ര വരും നോക്കാം. ഹാഫ് എ എന്ന് പറഞ്ഞാൽ എത്രയാ? 10. ടി എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ. ഓക്കെ, അപ്പൊ എസ് ഇസ് ഈക്വൽ ടു ഇത് 0 ആയതുകൊണ്ട് ഇനി ഞാൻ എടുത്ത് എഴുതണോ? വേണ്ടല്ല, അത് 0 ആയി പോവും. അപ്പോൾ ഇനി ബാക്കിയുള്ള എഴുതിയാൽ പോരെ. എനിക്ക് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 1 സ്ക്വയർ. 10 ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 10 തന്നെയാണ്. അപ്പം ഇത് എത്ര പ്രാവശ്യമാവും? 2 10 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം. അപ്പം 1 ഇൻറ്റു 5 എത്രയാ? 5. അപ്പം 5 മീറ്റർ ആണ് രണ്ടാമത്തെ കണ്ടീഷനിലുള്ള എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പം മേലോട്ട് എത്താൻ 2 സെക്കൻഡ് എടുത്തു അല്ലേ? 3 സെക്കൻഡിൽ എന്തോരം ദൂരം സഞ്ചരിച്ചെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം 2 സെക്കൻഡിൽ 20 മീറ്റർ സഞ്ചരിച്ച്. ഇനി ബാക്കിയുള്ള 1 സെക്കൻഡിലോ അടിയിലോട്ട് എത്ര ദൂരം സഞ്ചരിച്ച്? 5 മീറ്റർ സഞ്ചരിച്ച്. അപ്പം 20 + 5 എത്രയാ? 5 എത്രയാണ് പോലെ? 25. ഓക്കെ, 25 മീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് കേട്ടോ. 25 മീറ്റർ. ഓക്കെ അല്ലേ? അത് ആ ക്വസ്റ്റ്യൻ ഒക്കെ ആയില്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 25 മീറ്റർ കേട്ടോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? ഹൗ ഹൈ വിൽ ദ സ്റ്റോൺ ബി ഫ്രം ദ ഗ്രൗണ്ട് 3 സെക്കൻഡ് ആഫ്റ്റർ ഇറ്റ് ഈസ് റിലീസ്ഡ്? എന്ന് വെച്ചാൽ എത്ര ദൂരത്തിലാണ് അല്ലെ, ഗ്രൗണ്ടിൽ നിന്ന് എത്ര ദൂരത്തിലാണ് കല്ലിപ്പം നിൽക്കണേന്ന്. ഇപ്പം 3 സെക്കൻഡ് കഴിഞ്ഞിട്ട് കല്ല് എന്തോരം ഹൈറ്റിലാണ് ഗ്രൗണ്ടിൽ നിന്ന് നിൽക്കണേന്ന്. ഓക്കെ, നമുക്ക് നോക്കിയാലോ. അത് സിമ്പിളാണ്. അത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. മൊത്തം 20. ഓക്കെ, മൊത്തം 20 ദൂരമാണ് സഞ്ചരിച്ചത്. ഇനി ബാക്കിയുള്ള 1 സെക്കൻഡിൽ എന്ത് ചെയ്ത്? തിരിച്ച് അടിയിലോട്ട് വന്നില്ലേ? ബാക്കിയുള്ള 1 സെക്കൻഡിൽ എന്ത് ചെയ്ത്? തിരിച്ച് അടിയിലോട്ട് വന്നു. ഓക്കെ, അപ്പൊ മൊത്തം 20 സഞ്ചരിച്ച് ബാക്കിയുള്ളതിൽ അടിയിലോട്ട് വന്നു. അപ്പൊ 20 - 5 എത്രയാ? 15 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് നിൽക്കണേ. ഓക്കെ, ഒന്നുകൂടി ആലോചിച്ച് നോക്കിയേ. 2 സെക്കൻഡിൽ മേലോട്ട് പോയി. അവസാനത്തെ 1 സെക്കൻഡിൽ എന്താ? തിരിച്ച് അടിയിലോട്ട് വന്നില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന് എന്തോരം ഹൈറ്റിലാണ് നിൽക്കണേന്ന് എന്ന് വെച്ചാൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിക്കണേ. ഓക്കെ, അപ്പൊ ഗ്രൗണ്ടിൽ നിന്ന് എന്തോരം ഹൈറ്റ് ആയിരിക്കും? 20ൽ നിന്ന് 5 എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. മൊത്തം 20 പോയി. അതിൽ നിന്ന് 5 എന്ത് ചെയ്ത്? തിരിച്ച് താഴത്തോട്ട് വന്നു. അപ്പൊ ഇനി എത്ര ഹൈറ്റിലായിരിക്കും നിൽക്കുക? 20 - 5 15 മീറ്റർ കേട്ടാ. ഓക്കെ, 15 മീറ്റർ ഹൈറ്റിലാണ് എന്ത് നിൽക്കണേ? നമ്മുടെ സ്റ്റോൺ നിൽക്കണേ. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? an object is moving with a speed of 40 meter/second. ഓക്കെ, സ്പീഡാണ് തന്നിരിക്കണേ. ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ എവിടെ ആയിരിക്കും ഉപയോഗിക്കുക? ഈ 3 ഇക്വേഷൻസ് ഒക്കെ എവിടെ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ?
സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്പീഡും വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതെങ്ങനെയാ? ഡിസ്റ്റൻസ് തന്നെയായിരിക്കും എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ അല്ലേ? അത് ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഞാൻ പറഞ്ഞത് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 40 തന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇനി ആക്സിലറേഷൻ തന്നിട്ടല്ലേ? ആക്സിലറേഷൻ അല്ല, ഡീസിലറേഷൻ ആണ് നിൽക്കണേ. ആക്സിലറേഷൻ അല്ല, എന്താണ് നിൽക്കണേ? ഡീസിലറേഷൻ. ഡീസിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ആക്സിലറേഷൻ. വലിയ ഇതൊന്നുമില്ല. ഡീസിലറേഷൻ ആണ് തരണമെന്നുണ്ടെങ്കിൽ എ ഇട്ടിട്ട് എന്ത് കൊടുത്താൽ മതി? മൈനസ് ഇട്ട് കൊടുത്താൽ മതി. എയുടെ വാല്യൂക്ക് എന്ത് കൊടുത്താൽ മതി? മൈനസ് കൊടുത്താൽ മതി. ഓക്കെ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു കം ടു റെസ്റ്റ്? എത്ര നേരം പിടിക്കും എന്തിന്? അത് റെസ്റ്റിലോട്ട് വരാൻ എത്ര നേരം പിടിക്കും എന്നാണ്. അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണ എന്താ? ടൈമാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. നമുക്ക് എന്തൊക്കെ അറിയാം ഇവിടെ? റെസ്റ്റിലോട്ട് വരുമ്പോൾ വി എന്തായിരിക്കും? ഇനീഷ്യൽ വെലോസിറ്റി 40 റെസ്റ്റിലോട്ട് വരെയാണ്. അപ്പൊ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് യു എ വി ഈ 3 എണ്ണം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ടൈം കണ്ടുപിടിക്കണം. അതിനൊരു ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടേ, എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ് അല്ലേ? എ എന്ന് പറഞ്ഞാൽ എന്താ? വി മൈനസ് യു ബൈ ടി ആണ്. അത് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? കണ്ടുപിടിക്കേണ്ടത് ആരാ? ടീനെയാണ്. ഓക്കെ. അപ്പൊ ടീനെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ടീനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് എനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. ഓക്കെ. അപ്പൊ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ ആവും. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? ടി കിട്ടൂലേ? അപ്പൊ നോക്കിയാലോ. ടി ഈസ് ഈക്വൽ ടു വി എന്താ? വി 0 ആണ്. ഓക്കെ. അപ്പൊ 0 മൈനസ് യു. യു എത്രയാ? 40 ബൈ എ. എത്രയാണ്? -8. ഓക്കെ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ 0 മൈനസ് 40 എത്രയാ? -40 ആണ് അല്ലേ? അപ്പൊ ടി ഈസ് ഈക്വൽ ടു -40 ബൈ -8. ഈ മൈനസും ഈ മൈനസ് എന്താവും? വെട്ടിപ്പോവും. അപ്പൊ 8 അല്ലെ 40 ബൈ 8. 40 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം. അപ്പൊ ടി എത്രയാ? ടി ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ്. അപ്പൊ നമുക്ക് ടി കിട്ടി അല്ലേ? ടി എത്ര കിട്ടി? 5 സെക്കൻഡ് ആയിട്ട് കിട്ടി. ഓക്കെ. ടി ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ് കിട്ടി. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയാലോ. എന്താ ബി ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ദിസ് ടൈം? അപ്പൊ ഈ 5 സെക്കൻഡിലുള്ള ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചേക്കണേ. സിമ്പിൾ അല്ലേ? നമുക്ക് ഐ കേസിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ പോരെ? ഓക്കെ. അപ്പൊ ഒന്ന് കൊടുക്കാം. എന്താ? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഞാൻ എഴുതണോ ഇക്വേഷൻ? വേണ്ടല്ല. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു യു അറിയാം നമുക്ക് എത്ര? യു എത്രയാ? 40 ഇൻറ്റു ടി. ടി എത്രയാ? ടി 5 നേരത്തെ കണ്ടുപിടിച്ചല്ലേ? 40 ഇൻറ്റു ടി 5 ആണ്. അത് കഴിഞ്ഞിട്ട് പ്ലസ് അല്ലേ? ഹാഫ്. അവിടെ നടുക്ക് ചിഹ്നമൊന്നുമില്ല. നമ്മൾ എന്ത് കൊടുക്കണം? മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പൊ ഹാഫ് കഴിഞ്ഞിട്ട് എ ആണ്. എയുടെ വില എത്രയാ? -8 ആണ് അല്ലേ? -8. ഇനി അവിടെ ചിഹ്നം ഉണ്ടാ? ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് കൊടുത്ത്? മൾട്ടിപ്ലിക്കേഷൻ കൊടുത്ത്. ഞാൻ കാര്യം ചോദിക്കട്ടെ, 5 ഇൻറ്റു 5 എത്രയാ? 5 ഇൻറ്റു 5 ആണ് 5 സ്ക്വയർ. ഇതിന്റെ വാല്യൂ ആണ് എന്ത്? 25. 5 ഇൻറ്റു 5 എത്രയാണ്? 25 ആണ്. അപ്പൊ ഞാൻ ഡയറക്റ്റ് കൊടുക്കേണ്ട ടി സ്ക്വയർ ഡയറക്റ്റ് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാനൊന്ന് സോൾവ് ചെയ്യണുള്ളൂ. 40 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്ര വരും? 200 വരും. ഓക്കെ. 40 ഇൻറ്റു 5 എത്രയാ? 200 ആണ്. പ്ലസ് -8 ഇൻറ്റു -25 അത് എത്ര തന്നെ വരും? -200 തന്നെ വരും. ഓക്കെ. അപ്പൊ ഈ -200 എന്ത് ചെയ്യാൻ പറ്റും? -200/2 എഴുതാം. ഈ മൈനസും ഈ പ്ലസും വരുമ്പോൾ എന്താവും? ഈ പ്ലസ് പോവും, മൈനസ് മാത്രമാവും. ഓക്കെ. അപ്പൊ മൈനസും പ്ലസും വരുമ്പോൾ എന്താവും? പ്ലസ് പോയി മൈനസ് മാത്രമാവും. അപ്പൊ 200/2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 100 കിട്ടും. ഓക്കെ. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു 200 മൈനസ് 100 ആവും. അപ്പൊ 200 100 കുറച്ച് എത്രയാ വരാ? എസ് ഇസ് ഈക്വൽ ടു 100 മീറ്റർ പെർ മീറ്റർ കിട്ടാ. ഓക്കെ. യൂണിറ്റ് എന്താ? ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അപ്പൊ 200 100 വലിച്ചപ്പോൾ എന്ത് കിട്ടി? 100 കിട്ടി. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം നമുക്ക്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ?
an object moving with a velocity of 20 meter per second. ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്, ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വെലോസിറ്റി എന്താ, ഇനീഷ്യൽ വെലോസിറ്റി ആണ്. തുടക്കത്തിലുള്ള വെലോസിറ്റി എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ടല്ലേ, എത്രയാണെന്ന് നോക്കണേ, 20. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എത്ര തന്നിട്ടുണ്ട്, 20 മീറ്റർ പെർ സെക്കൻഡ് എന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അതിനൊരു ആക്സിലറേഷൻ തന്നിട്ടല്ല, ആ ഒബ്ജക്റ്റിന്റെ മൂവ് ചെയ്യണ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ എത്രയാ, 5 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ വെലോസിറ്റി എപ്പോഴാ, വെൻ ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 120 മീറ്റർ. ഓക്കെ, 120 മീറ്റർ ആവുമ്പോൾ ആ ഒബ്ജക്റ്റിനുള്ള വെലോസിറ്റി. അപ്പൊ ആരെയാ കണ്ടുപിടിക്കേണ്ടത്, 120 മീറ്റർ ആകുമ്പോഴുള്ള വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്, വീനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ വി നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്നുണ്ടല്ലോ എത്രയാ, 120 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ കിട്ടൂലേ. അതിൽ നമുക്ക് വി സ്ക്വയർ അറിയാം, യു സ്ക്വയർ അറിയാം, പ്ലസ് 2 അല്ലേ, 2 അങ്ങനെ തന്നെ കിടക്കും. പിന്നെ എ അറിയാം, എസ് മാത്രമല്ല അറിയാത്തുള്ളൂ അല്ലെ, എസ് മാത്രമല്ല അറിയാത്തുള്ളൂ, അയ്യോ സോറി, വി മാത്രമല്ല അറിയാത്തുള്ളൂ, ബാക്കിയെല്ലാം അറിഞ്ഞൂടെ. അപ്പൊ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂലേ ഉത്തരം. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പൊ യു സ്ക്വയർ 20 × 20 ആണ് എന്ത്, യു സ്ക്വയർ. ആക്സിലറേഷൻ എന്താ ഇവിടുത്തെ 5 ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാലോ എത്രയാ, 120. ഓക്കെ, അപ്പൊ ഈ സോൾവ് ചെയ്ത് നോക്കിയാലോ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 20ന്റെ സ്ക്വയർ എത്ര വരും, 20 × 20 എത്രയാ വരാ, 400 പ്ലസ് 2 × 5 എത്ര വരും, 2 × 5 10 ആണ് അല്ലെ, 10 × 120 എത്രയാ, 1200. ഓക്കെ, അപ്പൊ ഈ 400 പ്ലസ് 1200, 400 പ്ലസ് 1200 എത്രയാ, 1600. നമ്മ ഉത്തരം കണ്ടുപിടിച്ച, ഒന്ന് ആലോചിക്കുക, നമ്മ ഉത്തരം കണ്ടുപിടിച്ച ഇല്ല, നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഫൈനൽ വെലോസിറ്റി ആണ്. നമ്മ കണ്ടുപിടിച്ചത് എന്താ, ഫൈനൽ വെലോസിറ്റിയുടെ സ്ക്വയർ ആണ് കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പൊ ഈ സ്ക്വയർ മാറ്റാനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ. ഓക്കെ, അപ്പൊ ഈ സ്ക്വയർ മാറ്റാനായിട്ട് ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പുറത്ത് ആൻസറിന് ഒരു റൂട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പുറത്തെ സ്ക്വയർ മാറ്റാനായിട്ട് എന്ത് ചെയ്യണം, ഇപ്പുറത്തെ ആൻസറിന് റൂട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ ഇതിന്റെ സ്ക്വയർ റൂട്ട് കൂടി കണ്ടുപിടിച്ച് നിർത്താം. ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്താ വരാ, വി ഈസ് ഈക്വൽ ടു 40 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടിയില്ലേ. ഓക്കെ അല്ലേ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, എ ബുള്ളറ്റ് ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 60 മീറ്റർ പെർ സെക്കൻഡ്. ഒരു ബുള്ളറ്റ് എന്താ, ഏത് ബുള്ളറ്റാ, മറ്റേ ബൈക്ക് ബുള്ളറ്റ് അല്ലാട്ടോ മക്കളെ, മറ്റേ തോക്കില്ലേ, തോക്കിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ആ ബുള്ളറ്റ് ആണ് ഉദ്ദേശിക്കണേ. ആ ബുള്ളറ്റ് ട്രാവൽ ചെയ്യണ എന്താ സ്പീഡ് എന്താ, 60 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, കം ടു റെസ്റ്റ് ആഫ്റ്റർ പെനിട്രേറ്റിംഗ്. ഓക്കെ, പെനിട്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, പെനിട്രേറ്റിംഗ് 2 സെന്റിമീറ്ററിന്റെ വുഡൻ ബ്ലോക്ക് അല്ലെ, ഒരു മരക്കഷ്ണം 2 സെന്റിമീറ്ററിന്റെ അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ ഒരു മരക്കഷ്ണത്തിൽ എന്താ തുളച്ച് കയറാണ്. അതിനെയാണ് എന്തോന്ന് ഉദ്ദേശിച്ചത് ഇവിടെ, പെനിട്രേറ്റിംഗ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ എത്ര വെലോസിറ്റിയിലാ ബുള്ളറ്റ് ട്രാവൽ ചെയ്യണേ എന്ന് പറഞ്ഞാൽ എത്ര വെലോസിറ്റിയിലാണ് നമുക്ക് ഇവിടെ തന്നിട്ടല്ലോ, 60. ഓക്കെ, അപ്പൊ യു എന്താ 60 ആണ് അല്ലേ. ഇനി അടുത്തത് കം ടു റെസ്റ്റ് അല്ലെ, കം ടു റെസ്റ്റ് ആണ് പറയണേ. അപ്പൊ റെസ്റ്റിലോട്ട് വരാണ്. അപ്പൊ റെസ്റ്റിലോട്ട് വരുമ്പോ എന്താ സംഭവിക്കുക, വി എന്തായിരിക്കും, 0 ആയിരിക്കും. റെസ്റ്റിലോട്ട് വരുമ്പോ വി 0 ആയിരിക്കും. ഓക്കെ, വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ ബുള്ളറ്റ്, ഹൗ മച്ച് ഇറ്റ് ഈസ് ഡീസലറേഷൻ. ഓക്കെ, ആക്സിലറേഷനും ഡീസലറേഷനും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഒന്നുമില്ല, ആക്സിലറേഷൻ കണ്ടുപിടിച്ചിട്ട് അതിനൊരു നെഗറ്റീവ് വാല്യൂ കൊടുത്താൽ എന്തായി, ഡീസലറേഷൻ ആയി. അപ്പൊ നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ, ഇത് ഇവർ പറയണ പോലെ ഒന്ന് വരച്ച് നോക്കിയാലോ. ഓക്കെ, ഇതാണ് അവർ പറയണ വുഡൻ ബ്ലോക്ക് കേട്ടോ. ഓക്കെ, മരക്കഷ്ണം. അപ്പൊ എന്റെ ബുള്ളറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ വെലോസിറ്റി എന്താ, ഇവിടെ നിന്ന് തുളച്ച് കയറി അല്ലെ, 2 സെന്റിമീറ്റർ തുളച്ച് കയറിയിട്ട് ഇവിടെ എത്തിയപ്പോൾ നിന്നാണ് പറയണേ. അപ്പൊ ഫൈനൽ വെലോസിറ്റി 0 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 60 ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താ, 2 സെന്റിമീറ്റർ ആണ്. യൂണിറ്റ് ഒന്ന് നോക്കിയേ, 2 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് 2 സെന്റിമീറ്റർ ആണോ, അല്ല മീറ്റർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 2 സെന്റിമീറ്ററെ മീറ്റർ ആക്കണം. അപ്പൊ സെന്റിമീറ്റർ എങ്ങനെയാ മീറ്റർ ആക്കാം, 2/100
100 ചെയ്താൽ മതി. ഓക്കെ, 2/100 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.02. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കിട്ടിയതാണ് 0.02. ഓക്കെ അല്ലേ? അപ്പൊ ഇനി യു അറിയാം, വി അറിയാം, എസ് അറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? എനെയാണ് അല്ലേ? ബാക്കി എല്ലാം അറിയാം. യു അറിയാം, വി അറിയാം, എസ് അറിയാം. ബാക്കി എല്ലാ യുവും വിയും എസും അറിയാം അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ മാത്രമല്ല നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചുകൂടെ? ഓക്കെ, ആ ഇക്വേഷനിൽ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ ഒന്ന് കൊടുക്കാം. എന്താ? v² = u² + 2as. ഓക്കെ, അപ്പൊ v² എത്രയാ? 0ന്റെ സ്ക്വയർ എത്രയാണ്? 0 തന്നെയാണ്. u² 60 × 60. u² എന്ന് പറയുമ്പോൾ എന്താ? 60 × 60. 60 × 60 വരുമ്പോൾ എത്ര വരും? 3600 കേട്ടോ. 60 × 60 ചെയ്യുമ്പോൾ 3600 വരും. ഓക്കെ, +2 × നമുക്കറിയോ? എ അറിയോ? എ അറിഞ്ഞൂടാ. എസ് അറിയാല. എസ് എത്രയാണ്? 0. എന്ത് പറ്റിയത്? ഓക്കെ, 0.02 ആണ് എന്ത്? എസ്. ആ എനെ ഞാൻ എന്ത് ചെയ്ത് അതുപോലെ തന്നെ എഴുതി. അപ്പൊ 2 × 0.2 എന്ത് വരും? 2 × 0.2 0.04 വരും. ഓക്കെ, ഇൻറ്റു ആക്സിലറേഷൻ കൂടി ഉണ്ട് കേട്ടോ. ഞാൻ എന്ത് ചെയ്യണ്? ഞാൻ എന്താ ചെയ്യാൻ പോണേ? ഈ 3600 ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ പോണേ. ഈ 3600 ഇപ്പുറത്തോട്ട് ഉണ്ടാവാൻ. ഇവിടെ പ്ലസ് ആയിരുന്ന സാധനം ഇപ്പുറത്തോട്ട് വരുമ്പോൾ സംഭവിക്കും? മൈനസ് ആവും. അപ്പോ 0.04 a = 3600 അല്ല -3600. നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആക്സിലറേഷൻ മാത്രമാണ് നിർത്തിയിട്ട് എന്ത് ചെയ്യുക? ഈ 0.04 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ 3600 - 0.04 ഇത് ചെയ്യുമ്പോൾ എത്ര വരും? അതാണ് നമ്മുടെ എയുടെ ഉത്തരം കേട്ടാ. ചെയ്യുമ്പോൾ എത്ര വരാ? ഓക്കെ, 90000 കേട്ടോ. ഇത് ചെയ്യുമ്പോൾ എത്ര വരും? 90000. ഓക്കെ, ഇവിടെ യൂണിറ്റ് ചെയ്താൽ മറക്കരുത് കേട്ടാ. ആക്സിലറേഷൻ യൂണിറ്റ് എന്താ? യൂണിറ്റ് എന്താണ് അറിയോ? m/s² ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആക്സിലറേഷൻ എന്താണ്? ബുള്ളറ്റിന്റെ ആക്സിലറേഷൻ എന്താ? മൈനസ് ഉണ്ട് കേട്ടോ. ഓക്കെ, മൈനസ് ഇടാൻ മറക്കരുത്. ആക്സിലറേഷൻ എന്താണ്? 90000 m/s² ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന എന്താ? ഡീസലറേഷൻ ആണ്. സോറി, ഡീസലറേഷൻ ആണ്. മൈനസ് ഉണ്ട് അല്ലേ? അപ്പൊ അത് ഡീസലറേഷൻ ആണ്. അമ്മ അതിനെ എന്ത് ചെയ്യാൻ പോണ്? ആക്സിലറേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോണ്. ജസ്റ്റ് ഒന്നുമില്ല, അതിന്റെ സൈൻ ഒന്ന് മാറ്റിയാൽ മതി. ആ മൈനസ് എന്നുള്ള സാധനം പ്ലസിലോട്ട് ആക്കിയാൽ എന്താവും? ആക്സിലറേഷൻ ആവും. ആ ആക്സിലറേഷന് നെഗറ്റീവ് വാല്യൂ കൊടുത്താൽ എന്താവും? ഡീസലറേഷൻ ആവും. അപ്പൊ ഈ വാല്യൂവിനെ ഞാൻ പോസിറ്റീവ് ആക്കാൻ പോവാണ്. ഇതിനെ പോസിറ്റീവ് ആക്കുമ്പോൾ എത്ര വരും? ആ നെഗറ്റീവ് സൈൻ മാത്രം കളഞ്ഞിട്ടൊന്ന് എഴുതിയ എത്ര വരും? 90000 m/s ആണ് അതിന്റെ ആക്സിലറേഷൻ. നെഗറ്റീവ് ആക്സിലറേഷൻ എന്ത് വരും? -90000 m/s. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മുടെ ഈ വീഡിയോത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ മോഷൻ ഓഫ് എ കാർ എ ആൻഡ് ബി ഈസ് ഗിവൺ. ഒരു കാറ് അല്ലെ? എ കാറും ബി കാറും, അതാണ് കാറിന്റെ പേര്. എ എന്നുള്ള കാറും ബി എന്നുള്ള കാറിന്റെ മോഷനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ്. എന്താണ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? എന്താണ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കാർ സ്റ്റാർട്ടഡ് ഫസ്റ്റ്? ഓ, ഇമാതിരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഗ്രാഫിലോട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ കാർ ഏതാ? കാർ എ. ആ കാർ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലെ? സെക്കൻഡ് 1 തന്നെ എന്ത് ചെയ്തു? ആ കാർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? എ ആണ് അല്ലെ? നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ കാർ ഇവിടെ നിന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ടൈം ഡിഡ് ഈച്ച് കാർ ടു ടേക്ക് ദ സെയിം സ്പീഡ്? അറ്റൈൻ ദ സെയിം സ്പീഡ് എന്നാണ് ചോദിച്ചേക്കണേ. എന്താ സംഭവം? എന്താ? രണ്ട് കാറും സെയിം സ്പീഡിലോട്ട് എത്താനെത്തിയ സമയം എത്രയാണെന്ന് ചോദിച്ചത്. സെയിം സ്പീഡ് എന്ന് നോക്കിയാലോ? നമുക്ക് ഗ്രാഫിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സെയിം സ്പീഡ് ഇതാണ്. ഓക്കെ, ഇവിടെ എത്താനെടുത്ത സമയമാണെന്ന് ചോദിക്കണേ. അപ്പൊ ഇവിടെ എത്താനെടുത്ത സമയം എത്രയാ? ഓക്കെ, 14 സെക്കൻഡ് അല്ലെ? കാർ എ 14 സെക്കൻഡാണ് എടുത്തേക്കണേ അല്ലെ? 0 തൊട്ട് 14 വരെ. അപ്പൊ കാർ എ എത്ര സെക്കൻഡ് എടുത്തു?
14 സെക്കൻഡ് എടുത്തു കേട്ടോ. ഓക്കെ, ഇനി കാർ ബി നോക്കിയാലോ. കാർ ബി എത്ര സെക്കൻഡ് എടുത്തു? 8 നിന്ന് 14 വരെ. അപ്പൊ എത്ര സെക്കൻഡ്? 9, 10, 11, 12, 13, 14. ഓക്കെ, അപ്പൊ എത്ര സെക്കൻഡ് ആയി? 6 സെക്കൻഡ്. അപ്പൊ കാർ ബി എത്ര സെക്കൻഡ് എടുത്തു? 6 സെക്കൻഡ് എടുത്തു. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റിന് ഉത്തരം കിട്ടിയില്ലേ? അതിന്റെ ഉത്തരം കിട്ടിയില്ലേ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടാ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, സി ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വിച്ച് കാർ പൊസസ് മോർ ആക്സിലറേഷൻ? നമുക്ക് ഗ്രാഫി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് കാറിനായിരിക്കും കൂടുതൽ ആക്സിലറേഷൻ. ഗ്രാഫി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവൂലേ, കാർ ബിക്കാണ് കൂടുതൽ ആക്സിലറേഷൻ. പക്ഷെ നമുക്ക് ആക്സിലറേഷൻ ഇക്വേഷൻ അറിയാലോ, വെലോസിറ്റി അറിയാം, ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ഫൈനൽ വെലോസിറ്റി അറിയാം, ടൈമും അറിയാം. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഗ്രാഫി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എന്നാലും എന്ത് ചെയ്യാ, ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അപ്പൊ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു v minus u by t ആണ്, അറിയാലോ. അപ്പൊ കാർ എയുടെ ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കാൻ പോണേ. അപ്പൊ കാർ എയുടെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ? 0 ആണ്. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഫൈനൽ വെലോസിറ്റിയോ? ഫൈനൽ വെലോസിറ്റി എത്രയാ? ഓക്കെ, ഫൈനൽ വെലോസിറ്റി 60. ഓക്കെ, അപ്പൊ കാർ എയുടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഫൈനൽ വെലോസിറ്റി 60, ഇനീഷ്യൽ വെലോസിറ്റി 0. ടൈം എത്രയാ? 22. അപ്പൊ എത്ര വരും? 60 ഡിവൈഡഡ് ബൈ 22. ഇത് ചെയ്യുമ്പോൾ എത്രയാ വരാ? ഇത് ചെയ്യുമ്പോൾ എത്ര വരും? 2.72. ഓക്കെ, അപ്പൊ ആക്സിലറേഷൻ കിട്ടി 2.72 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് കാർ എയുടെ കേട്ടാ, കാർ എയുടെ. ഓക്കെ, ഇനി കാർ ബി. ഓക്കെ, കാർ ബിയുടെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. കാർ ബിയുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്താ? 0 ആണ്. കാർ ബിയുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്താ? 0. ഫൈനൽ വെലോസിറ്റി എത്രയാ? 80 ആണ്. ഫൈനൽ വെലോസിറ്റി എത്രയാ? 80 ട്ടാ. ഓക്കെ, അപ്പൊ കാർ ബിയുടെ ഈക്വേഷൻ കൊടുക്കാൻ പോകണ്ട. a is equal to 80 minus 0. ടൈം എത്രയാ എടുത്തേ? ടൈം മാക്സിമം വെലോസിറ്റി എത്ര എടുത്തത്? ടൈം എത്രയാ? 20. ഓക്കെ, 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ 80/20 ചെയ്യുമ്പോൾ എത്ര വരും? 0 വെട്ടിക്കളഞ്ഞ് 2/8 ചെയ്യുമ്പോൾ 4 വരും. അപ്പൊ ഇവിടെ തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആക്സിലറേഷൻ ആർക്കാണ്? ആക്സിലറേഷൻ ആർക്കാ? എക്കാണോ ബിക്കാണോ? കാറ് ബിക്കാണ് അല്ലേ ആക്സിലറേഷൻ കൂടുതൽ. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് സി ക്വസ്റ്റിന് ആൻസർ കിട്ടിയതാണ് കാറ് ബി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കാർ ഹാസ് നോ മോർ ഡിസ്പ്ലേസ്മെന്റ്? വിച്ച് കാർ ഹാസ് മോർ ഡിസ്പ്ലേസ്മെന്റ്. അടുത്ത നോ ഇല്ല ഇവിടെ. വിച്ച് കാർ ഹാസ് മോർ ഡിസ്പ്ലേസ്മെന്റ് എന്നാ ചോദിച്ചേക്കണേ. ഓക്കെ, ഏത് കാറിനായിരിക്കും മോർ ഡിസ്പ്ലേസ്മെന്റ്? എന്നാലോചിച്ച് നോക്കിയേ, ഏത് കാറിനാണോ ആക്സിലറേഷൻ കൂടുതൽ ആ കാറിന് തന്നെ ആയിരിക്കും എന്ത്? ഡിസ്പ്ലേസ്മെന്റ് കൂടുതൽ. അപ്പൊ ഏത് കാറിനാണോ ഡിസ്പ്ലേസ്മെന്റ് കൂടുതൽ അതിന് തന്നെ ആയിരിക്കും ആക്സിലറേഷൻ കൂടുതൽ. ഓക്കെ അല്ലേ? ആക്സിലറേഷൻ കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഡിസ്പ്ലേസ്മെന്റ് കൂടും. ഡിസ്പ്ലേസ്മെന്റ് കൂടിയാലോ ആക്സിലറേഷൻ കൂടും. ഓക്കെ അല്ലേ? അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വല്ല ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഓണമൊക്കെ അല്ലേ, എല്ലാവരും ഓണത്തിന് നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, ബൈ.